തമിഴ്നാട് വിരുദ്നഗർ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 25 ഉയർന്നു. ഫാക്ടറിയുടെ 4 മുറികളിൽ സ്ഫോടനത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. മരിച്ചതിൽ 20 പേരെ തിരിച്ചറിഞ്ഞു. അതേസമയം പടക്ക കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി തുടരുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എത്ര പേർക്ക് ഗുരുതര പരിക്കുകളോടെ തുടരുന്നുണ്ട്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിദാരുണമായ സംഭവം. വിരുദനഗർ കട്ടനാർപട്ടിയിലുള്ള വരജ ഫൈബക്സ് കമ്പനിയിലായിരുന്നു ഈ ഉഗ്ര സ്ഫോടനം നടന്നത്. ഏതാണ്ട് 10 കിലോമീറ്ററോളം ഈ പ്രദേശത്തൊക്കെ ഇതിന്റെ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രകമ്പനം തന്നെ അവിടെ ഉണ്ടായി. 50 പേർ ഈ ഫാക്ടറിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതായി പറയുന്നു. ഞായറാഴ്ച ദിവസം ഇതിന്റെ അവധി ദിവസമായിട്ടും അത് പ്രവർത്തിപ്പിച്ചു. മാത്രമല്ല, അനധികൃതമായിട്ടുള്ള അതായത് നിരോധിത പടക്കങ്ങൾ ഇവിടെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് കൊണ്ടാകണം ഇങ്ങനെ ഒരു സ്ഫോടനത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മുൻ പഞ്ചായത്ത് ഗോവിന്ദനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തുമാണിക്യത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വനജ പടക്ക ഫാക്ടറി. അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയാണ്. പോലീസ്, അതായത് SP ശ്രീനാഥിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിലിപ്പോ നിലവിൽ ഈ മരണസംഖ്യ ഇന്നലെ വരെ അത് 23 ആയിരുന്നത് ഇന്ന് രാവിലെ 25 എന്ന ഒരു സംഖ്യയിലേക്ക് ഈ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. ഇതിൽ 20 പേരെ തിരിച്ചറിഞ്ഞു. 17 പേര് സ്ത്രീകളും 3 പേർ പുരുഷന്മാരുമാണ്. മറ്റുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇതിന് ഈ ബന്ധുക്കളും മറ്റും സ്ഥലത്തെത്തിച്ച് ഇതിന്റെ മൃതശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിനൊപ്പം അത് കഴിയാത്തത് DNA ടെസ്റ്റിലൂടെ മനസ്സിലാക്കി അത് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ അധികൃതരുടെ തീരുമാനം. രാജ്കുമാർ, ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവരുടെ നില എങ്ങനെയാണ് തുടരുന്നത്? അവരുടെ സ്ഥിതിയിൽ എന്തെങ്കിലും പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടോ രാജ്കുമാർ? ഇതിലിപ്പോ 16 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. 60% ഇവർക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ് വിരുദനഗർ മെഡിക്കൽ കോളേജ് നിന്ന് ഉള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ഈ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 60% മേൽ പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ അവര് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരം. എന്നാലും കൂടുതൽ ഇതില് ഡോക്ടർമാരെ മുഴുവനും വിദഗ്ധ ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, 2 മന്ത്രിമാർ, അതായത് ഇതില് മുഖ്യമന്ത്രി സ്റ്റാലിൻ അപ്പോൾ തന്നെ നടുക്കം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന അടിയന്തര സഹായം എത്തിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. 2 മന്ത്രിമാരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് അവിടെ എത്തിക്കുകയും ആ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മറ്റും തുടരുന്നത്. മന്ത്രിമാരായ തങ്കം തെന്നറസും അതുപോലെ R രാമചന്ദ്രനും ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെയും യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ ഫാക്ടറി ഇപ്പോൾ അടച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് ആരും കടക്കരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഇതേ വിരുദനഗറിൽ ശിവകാശിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ വിരുദനഗർ ജില്ലയും ഉള്ളത്. അവിടെ വിരുദനഗറിലെ ഈ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതും അവിടെ മറ്റൊരു ഫാക്ടറിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു.